ഹായ്, വെൽക്കം ബാക്ക് ടു പ്ലാൻ ലവേഴ്സ്. നമ്മൾ വീണ്ടും ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ രാവിലത്തെ നല്ല മഴയാണ്. നമുക്ക് മഴയുണ്ട്. മഴയത്ത് നമ്മുടെ ഗാർഡനിലെ കുറച്ച് പൂക്കാഴ്ച നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് വന്നേക്കുവാണ്. അന്നേരം നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമന്റുകളൊക്കെ ഇട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് നമ്മുടെ ഒരു അഞ്ചുതൾ റോസയാണ്, അടുക്ക് റോസയല്ല. ശരിക്കും പൂക്കളുണ്ടാവുന്ന ഒരു റോസയാണ്. നമ്മൾ ഇതിന്റെ പൂവ് പോയി കഴിഞ്ഞ് കട്ട് ചെയ്ത് കൊടുത്താൽ പിന്നെയും വീണ്ടും നല്ല ഇഷ്ടംപോലെ മൊട്ടുകളായിട്ട് വന്ന് ശരിക്കും പൂക്കൾ തരും. നമ്മൾ ആദ്യം കണ്ടത് ഒരു നാടൻ റോസയാണ്, ഓൺ റൂട്ടർ റോസയാണ്. അതുപോലാണ് ഇതും ഒരു ഓൺ റൂട്ടർ റോസയാണ്. ഇതിന്റെ ഒന്നും ഐഡിയ നമുക്ക് അറിയത്തില്ല. ഇതും ശരിക്കും പൂക്കൾ ഉണ്ടാവുന്ന ഒരു റോസയാണ്. ഇത് നമ്മുടെ ബഡ് റോസയാണ്. അതിനകത്ത് ഓറഞ്ച് ഫ്ലവർ. ഇത് നമ്മുടെ അച്ചിമിനസ് പ്ലാന്റ് ആണ്. രണ്ട് സൈസാണ് ആ പോട്ടിനകത്ത് നിൽക്കുന്ന, രണ്ടും വേറെ വേറെ കളറുകൾ. ഇത് നമ്മുടെ ഒരു ബ്രിട്ടീഷ് ക്യൂൻ റോസ് ആണ്. ഇതിനകത്തും ശരിക്കും ഫ്ലവറൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ഒരു കലേഡിയം. ഇതിന്റെ പേര് എനിക്ക് അറിയത്തില്ല. ഇതും ഒരു ബ്രിട്ടീഷ് ക്യൂൻ ആണ്. പിന്നെ ഇതൊരു നമ്മുടെ ബോൾസമാണ്, ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ബോൾസമാണ്. പിന്നെ ഇത് നമ്മുടെ ഒരു വിങ്ക. ഇത് നമ്മുടെ ഹാങ്ങിങ് വിങ്ക. ഇത് നല്ല ഭംഗിയുള്ള ഒരു റോസാണ്. ഇതിന്റെ ഐഡിയ അറിയത്തില്ല. പൂവ് ഇനിയും വിരിയാനുണ്ട്, നല്ലതുപോലെ വിരിഞ്ഞു വന്നിട്ടില്ല. ഇത് നമ്മുടെ ഒരു ഓൺ റൂട്ടഡ് നാടൻ റോസയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഇത് നമ്മുടെ ടൈഗർ റോസയാണ്. അതിനകത്ത് ആദ്യത്തെ പൂ പോയിട്ട് പിന്നെ ഇത് നല്ല ഓറഞ്ച് പോലത്തെ കളറായിരുന്നു. ഇപ്പം വിരിഞ്ഞ് കുറേ ദിവസമായി. അന്നേരത്തേക്ക് ഈ കളറിലോട്ട് മാറി. ഇതും നമ്മുടെ ഒരു ഓൺ റൂട്ടർ റോസയാണ്. നല്ല ഭംഗിയാണ്. ഈ കളറാണ് വിരിഞ്ഞ് വരുമ്പം. അത് കഴിയുമ്പം ലൈറ്റ് ഷെയ്ഡിലോട്ട് മാറും. ശരിക്കും പൂക്കളുണ്ടാവുന്ന ഒരു റോസയാണ്. ഇത് നമ്മുടെ ഒരു ഹാങ്ങിങ് വിങ്കയാണ്. നല്ല കളറാണ്. പിന്നെ ഇത് നമ്മുടെ അന്യഡൂബറി. മൊട്ടൊക്കെ വന്ന് നിൽക്കുന്നു. ഫ്ലവർ ആകുമ്പം നിങ്ങളുമായിട്ട് വീഡിയോ പങ്കിടുന്നതായിരിക്കും. നല്ല ഭംഗിയോടെ വരുന്നുണ്ട്. ഒത്തിരി ആഗ്രഹിച്ച് വാങ്ങിയതാണ്. ഇതും നമ്മുടെ അടുത്ത ഒരു ഹാങ്ങിങ് വിങ്കയാണ്. ഇതെല്ലാം നമ്മൾ തൂക്കിയല്ല ഇട്ടിരിക്കുന്നത്. ഇതൊരു സ്റ്റാൻഡ് അടിച്ചാണ് നമ്മൾ ഇതിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അന്നേരം മഴയൊന്നും കൊള്ളാതെ വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്തോട്ട് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയും കുറേ റെഡിയാക്കാനുണ്ട്. മഴയൊന്നും കൊള്ളാതെ നമ്മൾ വെച്ചിരിക്കുകയാണ്. നമ്മൾ തൂക്കിയിടുന്ന ഭാഗത്ത് നമുക്ക് നല്ല വെയിൽ കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്റ്റാൻഡിൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നല്ല കളറാണ്, നല്ല ഭംഗിയുണ്ട്. സീഡൊക്കെ ആവുന്ന ഒരു തരം വിങ്കയാണിത്. സീഡൊക്കെ ആവുന്നുണ്ട്. ഇപ്പം നമ്മൾ കണ്ടത് ഒരു നടുക്കൊരു ബ്ലാക്ക് വരുന്നതാണ്. അടുത്ത വിങ്ക ഇതാണ്. അതിനകത്ത് ബ്ലാക്ക് വരുന്നില്ല. ഇതും നല്ല ഭംഗിയുള്ള ഒരു വിങ്കയാണ്. ശരിക്കും ഫ്ലവർ ഉണ്ടാവും. ഇതിനകത്തും സീഡ് ആവുന്ന ടൈപ്പാണ്. പിന്നെ ഇത് നമ്മുടെ ഒരു ബ്ലാക്ക് റോസ് ആണ്. ഇതിനകത്തും പൂക്കൾ ആദ്യമൊക്കെ വിരിയുന്ന നല്ല കടുത്ത ബ്ലാക്ക് ആയിരുന്നു. ഇപ്പൊ അത്രയും ബ്ലാക്കും അല്ല, പൂക്കളുടെ വലിപ്പവും കുറവാണ്. ഇതും അതുപോലെ വേറൊരു ബ്ലാക്ക് റോസ് ആണ്. നമ്മുടെ നല്ല പൂക്കളായിട്ടും മൊട്ടുകളായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ കമ്മൽ റോസ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന തരത്തിൽ പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് കമ്മൽ റോസ്. കുഞ്ഞു പൂക്കളാണെങ്കിലും നല്ല ഭംഗിയാണ്. പിന്നെ ഇത് നമ്മുടെ ഒരു ചൈനീസ് ബോൾസം, സ്റ്റാർ ബോൾസം ആണ്. കുറെ കഴിയുമ്പോഴേ ഇതിനകത്ത് സ്റ്റാർ ഇങ്ങനെ കയറി കയറി വരുത്തുള്ളൂ. സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളു. അത് മൊത്തം ഇങ്ങനെ കയറി വരും, വൈറ്റ് ഡോട്ട്. പിന്നെ ഇത് നമ്മുടെ മില്യൺ ബെൽസ് പെറ്റൂണിയാണ്, റെഡ് ഡബിൾ പെറ്റല്. നേരത്തെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് ആ പ്ലാന്റ് തന്നെയാണിത്. ഇത് നമ്മുടെ ഗോൾഡൻ ഡാലിയ. മുട്ടുകളൊക്കെ ഉണ്ട്, പൂക്കള് കുറേയൊക്കെ പൂക്കളും പിടിച്ച് നിൽപ്പുണ്ട്. ഇത് നമ്മുടെ ഒരു ജെറബറ. ചെറിയ പൂവാണ്, എന്തോ പറ്റിയെന്ന് അറിയാൻ വയ്യ. ചെറിയ പൂവായിപ്പോയി പ്രാവശ്യം. ഇത് നമ്മുടെ ഒരു ലില്ലിയാണ്, റെയിൻ ലില്ലി. പിന്നെ നമ്മളിത് ഫ്ലോക്സിന്റെയും വെർബീനയുടെയൊക്കെ സീഡ് പാകിയിരിക്കുകയാണ്, ഡാലിയയുടെയൊക്കെ. പിന്നെ ഇത് നമ്മുടെ കുറച്ച് വിങ്ക കളക്ഷനാണ്, ടാറ്റു വിങ്കകളുടെ കളക്ഷനാണ്. അതാണ് ഓരോ ടാറ്റു പപ്പായ, ടാറ്റു റാസ്ബെറി, ഇതൊക്കെയാണ്. പിന്നെ ഇതൊരു ബർഗണ്ടി മോഡലും കണ്ടൊരു വിങ്കയാണത്. ഇത് നമ്മുടെ ഗോൾഡൻ കാസ്കേഡിന്റെ പ്ലാന്റ് ആണ്. നോക്കേ, എന്ത് ഭംഗിയായിട്ടാണ് പൂത്ത് നിൽക്കുന്നത്. ശരിക്കും പൂക്കളുണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതാണെങ്കിൽ നമ്മളാണെങ്കിൽ
പടത്തി വിട്ടു കൊടുത്താൽ മതി, നല്ലതുപോലെ പൂക്കളുണ്ടാവും. ഇതിങ്ങനെ താഴോട്ടാണ് ഇങ്ങനെ കിടക്കുന്നത് പൂക്കൾ, നല്ല ഭംഗിയാണ്. നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് ഇനിയെല്ലാം പൂത്ത് നിൽപ്പുണ്ട്. ലോങ് വീഡിയോ ആയി പോകും, അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇതിവിടെ നിർത്തുന്നു. ബാക്കി പാർട്ട് 2 ആയിട്ട് അടുത്ത ഒരു വീഡിയോ ഉടനെ ചെയ്യുന്നതാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്ങനെയുണ്ട് നമ്മുടെ ഗാർഡനിലെ പൂക്കളുടെ കാഴ്ച? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റ. ഓക്കെ, ബൈ ബൈ.